നമസ്കാരം ലേഡീസ് ആൻഡ് ജെൻ്റൽമാൻ, ഇതാണ് ഷവോമി 17 Pro. അതെ, ഷവോമി 17 Pro. ആൻഡ് ഇത് ഞാൻ ചൈനയിൽ നിന്നും വരുത്തിച്ചതാണ്, കാശൊക്കെ കൊടുത്തിട്ട്. ഇതുപോലൊരു സാധനം ഞാൻ പണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സോണി എക്സ്പീരിയ മാർക്ക് 1 Mark 5 എന്നൊക്കെ പറഞ്ഞു. എനിക്ക് അതേ അവസ്ഥ. കിട്ടില്ല ഫോൺ. അതായത് ഈ ബാക്ക് ഡിസ്പ്ലേ ഒക്കെ നോക്കും നിങ്ങൾ, എന്ത് മനോഹരമായിരിക്കും. അതുപോലെ കിട്ടില്ല കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഫോട്ടോസ് ഇതുപോലെ അനിമേഷൻ പരിപാടി ചെയ്യാം. അത് മൂവിങ് അനിമേഷനെ കൊണ്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ ഒരു പരിപാടിയുണ്ട്. പിന്നെ നമുക്ക് അങ്ങനെ പല ടൈപ്പ് ഇതുണ്ട്. ഒരു മീനിൻ്റെ ഒരു സാധനം കൊണ്ടുണ്ടോ, ഇതൊരു രസം നോക്കിയാണ്. 120 Hz റിഫ്രഷ് റേറ്റ് തന്നെ ബാക്ക് പാനലിൽ. എന്തിനാണ് അവർ കൊടുത്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഉണ്ട്. പിന്നെ ഈ പാൻ്റ് അക്കുട്ടൻ നൈസാണ്. ചില സമയത്ത് നമ്മൾ തംസപ്പ് ഒക്കെ കാണിച്ച് കഴിഞ്ഞാൽ അണ്ണൻ തിരിച്ച് തംസപ്പ് ഒക്കെ അടിക്കും. പിന്നെ താഴെ മുകളിലോട്ടേക്ക് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കോൾ വരികയാണെങ്കിൽ ഇതിൽ വരും. ടൈമർ വരും. സ്പോട്ടിഫൈ മ്യൂസിക് ഇപ്പോൾ സപ്പോർട്ടുണ്ട്. പതുക്കെ ഊബറൊക്കെ ഡെവലപ്പേഴ്സ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇത് യൂട്ടിലൈസ് ചെയ്യാം. സ്വിഗ്ഗി, ഊബർ തുടങ്ങിയ സാധനം. പിന്നെ ഇങ്ങോട്ടായി കഴിഞ്ഞാൽ ക്യാമറ, 2 വർഷം തട്ടണം കേട്ടോ. ഇങ്ങോട്ടായി കഴിഞ്ഞാൽ ക്യാമറ 4K വീഡിയോയോ 8K വീഡിയോയൊക്കെ നമ്മൾ എന്തിനാണെന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് ഫ്രെയിം നോക്കണ്ട. അത്ര അടിപൊളിയായിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് വ്ളോഗൊക്കെ ചെയ്യാൻ നല്ല സുഖമായിട്ട് ഫോട്ടോ എടുക്കാം. പിന്നെ ഒരു ഫോട്ടോ കൊളാജ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുമാതിരി കുറേ ടെംപ്ലേറ്റ്സ് ഉണ്ട്. നമുക്ക് ഇഷ്ടം പോലെ കുറേ നൈസ് ടെംപ്ലേറ്റ്സ് ഉണ്ട്. ഇതൊക്കെ എടുത്തിട്ട് നിങ്ങളെ കൂട്ടുകാരൊക്കെ ആയിട്ടിരുന്ന് ഫോട്ടോ എടുത്ത് വെറുക്കുക. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് വരികയാണെങ്കിൽ 6.3 ഇഞ്ചസിൻ്റെ 1 to 120 Hz LTPO പാനലാണ് വരുന്നത്. AMOLED ആണ് വരുന്നത്. അവർ പുതിയ എന്തൊക്കെ കൊണ്ടുവരും. 3500 nitsൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്. പിന്നെ 50 MP ക്യാമറ, ലൈക്കയുടെ ബാഡ്ജിങ്, അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, സ്നാപ്ഡ്രാഗൻ്റെ എലീറ്റ് Gen 5 ലേറ്റസ്റ്റ് ചിപ്സെറ്റ്, 3.2 million AnTuTu സ്കോർ, എല്ലാം കൊള്ളാം. സൂപ്പർ ഫോൺ. എൻ്റെ കാനറ ബാങ്കിൻ്റെ ആപ്പ് കണ്ട് ഇതാണ് അവസ്ഥ. എല്ലാം ഉണ്ടായിട്ട് എന്തിരിക്കുക. ഞാൻ എത്രയോ ചൈനീസ് ഫോണുകൾ ഞാൻ എടുത്തിട്ട് ഈ സെയിം ആപ്പ് ഇടുന്നു, ഒരു കുഴപ്പമില്ല. എന്തിനാണ് ഇതിന് പറ്റിയെന്ന് ഞാൻ പറയും. എനിക്കറിയാവുന്ന എല്ലാം ഞാൻ ചെയ്തു. ഇതാണ് സംഭവം. നമ്മൾ ആഗ്രഹിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ ഇങ്ങനെ ഇരിക്കും. ഞാൻ പറയും എല്ലാം കൊള്ളാം. എൻ്റെ കോട്ടക് മഹീന്ദ്രയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് അതൊരു വളരെ വിയേർഡായിട്ടൊരു സാധനമാണ് കേട്ടോ. ചിലപ്പോൾ കാണിക്കും നമ്മൾ ഇതിൽ സ്ക്രീൻ റെക്കോർഡിങ് ഇങ്ങനെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊരു കണ്ട സെക്യൂരിറ്റി റീസൺ കോട്ടക് ബാങ്ക് ആപ്പ് ഡസ് നോട്ട് സപ്പോർട്ട് സ്ക്രീൻ ഷെയറിങ് ഓർ റെക്കോർഡിങ്. ഇതൊരു വളരെ 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 കൺസേണിങ് ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പം ചൈനീസ് ഫോൺസ് മേടിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്. പിന്നെ ദുബായിൽ 4G ഉള്ളൂ, 5G ഇല്ല. അപ്പോൾ എന്തിനായാലും ഞാൻ 3G ആയി.